പലപ്പോഴും മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. കൊച്ചുകുട്ടികളാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്താൽ അവർ ആദ്യം മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന കാണാം. ഭക്ഷണം തീരുമ്പോഴായിരിക്കും അയ്യോ തീർന്നു എന്ന് കരുതി അവർ പാത്രത്തിലേക്ക് നോക്കുന്നത്. മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടോ ടി വിയിൽ നോക്കിക്കൊണ്ടോ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഭൂരിപക്ഷം പേരും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതത്ര നല്ല ശീലമല്ല എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അബദ്ധം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ ആണ്. ഈ ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ പ്രവർത്തനത്തിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്താണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. നിങ്ങൾ ഒരു ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം കാണുമ്പോൾ അത് തലച്ചോറിൽ കൊണ്ടുവരുന്ന ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്. ഈ ഭക്ഷണത്തിന്റെ മണം നിങ്ങൾക്ക് ശരീരത്തിൽ കൊണ്ടുവരുന്ന ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്. ഈ രണ്ട് സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിലേ വായിൽ ഉമിനീരിന്റെ പ്രൊഡക്ഷനും കൂടത്തുള്ളൂ. നിങ്ങളുടെ ആമാശയത്തിനകത്ത് കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാനുള്ള ദഹനരസങ്ങൾ ശരിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തുമുള്ളൂ. എന്നാൽ നിങ്ങൾ മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഗട്ട് ബ്രെയിൻ ആക്സിസിന്റെ പ്രവർത്തനം താളം തെറ്റുകയും കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കാതെ വരുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാമത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാത്തതുകൊണ്ട് നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം, ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് സംഭവിച്ചു എന്ന് വരാം. ഉന്മേഷക്കുറവുണ്ടായി എന്ന് വരാം. ഇവിടം കൊണ്ടും തീരുന്നില്ല. നിങ്ങൾ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ അളവ് എത്രയാണെന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. തിയേറ്ററിലോ വീട്ടിലോ നിങ്ങൾ ഈ വലിയ ബോക്സ് കണക്കിന് ജങ്ക് ഫുഡുകൾ വാങ്ങി കണ്ടിന്യൂസ് ഇരുന്ന് കഴിച്ച് തീർന്നാലും അറിയാത്തതിന്റെ കാരണം ഗട്ട് ബ്രെയിൻ ആക്സിസ് ശരിയായിട്ട് വർക്ക് ചെയ്യാത്തതാണ്. ഇത് മാത്രമല്ല പ്രോബ്ലം. നിങ്ങളുടെ തലച്ചോറിനകത്ത് ലെപ്റ്റിൻ, ഗ്രലിൻ പോലുള്ള ചില എൻസൈംസിന്റെ പ്രവർത്തനം, അതായത് നിങ്ങൾക്ക് വിശപ്പ് വരുന്നു, ഭക്ഷണം ചെല്ലുമ്പോൾ വയറ് നിറഞ്ഞു എന്നൊരു ഫീൽ കൊണ്ടുവരുന്ന ലെപ്റ്റിൻ, ഗ്രലിൻ എൻസൈമുകളുടെ പ്രവർത്തനവും താളം തെറ്റുന്നതിന് ഈ ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ കാരണമാകും. ഇതുകൊണ്ടും അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് എന്താ? ഭക്ഷണം കഴിച്ചാലും വയറ് നിറഞ്ഞില്ല എന്നൊരു തോന്നൽ വരും. എന്തിനിത്തരം പൊല്ലാപ്പുകൾക്ക് പോകുന്നു? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം നോക്കി ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശീലിക്കുക. നിങ്ങളുടെ ചെറിയ കുട്ടികളെ പോലും അങ്ങനെ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.